വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈസി ടേസ്റ്റി ക്യൂസിൻ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഒരു പരീക്ഷ പേടി ഇങ്ങനെ പോകുന്ന സമയമാണല്ലേ. ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴത്തേന് കുഞ്ഞുങ്ങൾക്കെല്ലാം പരീക്ഷാകാലമാണ്. അപ്പം എക്സാംസ് ഒക്കെ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ലൊരു സമയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പാരൻസിനെ ഓർക്കുന്നു കേട്ടോ. കാരണം കുഞ്ഞുങ്ങളെക്കാളും ഭയങ്കര ടെൻഷൻ പാരൻസിനായിരിക്കും. പിന്നെ അവർക്ക് ഫീസ് അടയ്ക്കാനും ഒക്കെ ഉള്ള ഓട്ടത്തിലായിരിക്കും. അപ്പം അവർക്കും എല്ലാം തക്ക സമയത്ത് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്താ, നമ്മൾ ഒരു റൈസ് സീരീസ് കഴിഞ്ഞ് ഇനി ചെയ്യാൻ പോകുന്നത് കുറച്ച് മധുര പലഹാരങ്ങളാണ്. നമുക്ക് ഊണ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആരെങ്കിലും വന്നാൽ എന്തെങ്കിലും ഉണ്ടാക്കണം, നമ്മുടെ കയ്യിൽ ഒത്തിരി കാര്യങ്ങളൊന്നും അവൈലബിൾ സാധനങ്ങളില്ല എങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് മധുര പലഹാരങ്ങളാണ് കേട്ടോ. അപ്പം എന്നും പറയാറുള്ളത് ചോദിച്ചു നോക്കാം, പറഞ്ഞ് നമുക്ക് ചെയ്യാം. 6 തൊട്ട് 8 വരെ പീസസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെന്താ, പഞ്ചസാര കേട്ടോ. പഞ്ചസാര എന്നൊരു അര കപ്പാണ് എടുത്തേക്കുന്നത്. അര തൊട്ട് 3/4 കപ്പ് വരെ വേണ്ടി വരും. പിന്നെ 2 ചോക്ലേറ്റ് ഉണ്ട്. ഡയറി മിൽക്കിന് 20ന് 2 ചോക്ലേറ്റ്. ഇത് ആപേക്ഷികമല്ലേ, ഓപ്ഷണൽ മാത്രമാണ്. നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ പാൽപ്പൊടി, പിന്നെ വാനില എസൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ആവശ്യമെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇത്രയൊക്കെ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഞാനത് ഇതിൻ്റെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്രസ്റ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. ഇതൊന്ന് പൊടിച്ചുകൊണ്ട് വരട്ടെ കേട്ടോ. നല്ലപോലെ ഒന്ന് പൊടിക്കണം കേട്ടോ. പൊടിച്ച ബ്രെഡ് അങ്ങനെ മാറി അവിടെ ഇരുന്നോട്ടെ കേട്ടോ. അതവിടെ അനങ്ങാതെ വെക്കാം. നമുക്കൊരു പഞ്ചസാര പാനിയാക്കി എടുക്കാം കേട്ടോ. അത് കാരമലൈസ് ചെയ്തിട്ടൊന്നും വേണ്ട കേട്ടോ. ഒരു 3/4 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ടാവും. അതിന് ഒരു 1/4 കപ്പ് പോലെ, അതായത് ഒരു 4 ടേബിൾ സ്പൂൺ പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന് പഞ്ചസാര അത്യാവശ്യം അലിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് അലിഞ്ഞോട്ടെ. മതിയാവും കേട്ടോ, ഇത്രയും മതി. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നിങ്ങളെ നമ്മൾ ഭാഷ ഞോണ്ടാൻ പോകണ്ട, അത് അവിടെ ഇരുന്നോട്ടെ. അതിലേക്ക് ഞാൻ നമ്മുടെ എന്താ പറയുക, പാൽപ്പൊടി അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഒഴിക്കല്ല, ഇത് വെള്ളമല്ലല്ലോ ഒഴിക്കാൻ, ഇടുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3 കവർ ഇടുന്നുണ്ടേ. വേറെ തവി എടുത്തിട്ട് നമുക്ക് ഈ പാൽപ്പൊടിയും നമ്മുടെ ബ്രെഡും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് നമുക്കൊരു കുഴി ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ പണ്ട് ചോറൊക്കെ ഇങ്ങനെ ചൂടാക്കിയിട്ടുണ്ടോ? ഞാൻ ചൂടാക്കാറുണ്ടായിരുന്നു പണ്ടൊക്കെ. എന്നിട്ട് അതിൻ്റെ നടുക്കോട്ട് നമ്മുടെ പഞ്ചസാര പാനി അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കയ്യിലൊന്നും ആവാണ്ട് ഒഴിച്ചോ, ചൂടുണ്ടാവും. ഇവിടെ മാറിയിരിക്കട്ടെ. എന്നിട്ട് നമുക്ക് നല്ലപോലെ യോജിപ്പിച്ച് ചേർക്കണം. ഇത്രയേ ഉള്ളൂ. നല്ലപോലെ മിക്സ് ആയിക്കോട്ടെ. ഈ വാനില എസൻസ് നമുക്ക് ഓപ്ഷണൽ മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മാത്രം മതി, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മണം തന്നെ മതി. ഒരു തുള്ളി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറേ നേരം നമ്മൾ ഈ പാത്രത്തിൽ തന്നെ വെക്കരുത് കേട്ടോ. പഞ്ചസാരയാണ്ട് പെട്ടെന്ന് അത് കട്ടിയായിപ്പോവും. ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇതൊന്ന് നല്ലപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ല, ഇപ്പം തന്നെ അതൊന്ന് എന്താ പറയുക, കട്ടിയായി തുടങ്ങി. അങ്ങനെ നമ്മൾ അത്യാവശ്യം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് തണുക്കാൻ വിടണം. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ പുറത്ത് വെച്ചിരുന്നാലും മതി. അപ്പം ഞാനൊരു 10-15 മിനിറ്റ് ഇത് ഫ്രിഡ്ജിൽ വെക്കട്ടെ കേട്ടോ. ഞാൻ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യണം നമ്മുടെ ചോക്ലേറ്റ്.
അത് വേണമെങ്കിൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് അങ്ങനെ ചോക്ലേറ്റ് വേണമെങ്കിൽ ചെയ്യാം. വൈറ്റ് ചോക്ലേറ്റ് ചെയ്യാം, ഡാർക്ക് ചോക്ലേറ്റ് ഏത് വേണമെങ്കിലും ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കാം. അപ്പം അത്രയും സമയം നമുക്ക് റെസ്റ്റാണ്. ഇത് കൂടെ എനിക്കൊരു കോഫി ഒന്ന് ഉണ്ടാക്കി തന്നത്. അപ്പോൾ അതൊന്ന് കുടിക്കാൻ വിചാരിച്ചു. അപ്പം നമ്മൾ എന്താ പറയുക, അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴേ ശരിക്കും നമുക്ക് പറ്റില്ല. എന്നാലും ഇടയ്ക്കൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുമ്പോൾ നമ്മളും ക്ഷീണിച്ച് കൂടുതലുള്ളവരെയും നമ്മൾ ഇറിറ്റേറ്റ് ചെയ്ത്, അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ക്ഷീണം തോന്നിയൊന്നും ഇരിക്കുന്നതിനൊന്നും തെറ്റില്ല. അപ്പം ഞാനൊരു സിപ്പ് കോഫി എടുത്തല്ലേ. നല്ല കോഫി അവൾ ചായയും കോഫിയൊക്കെ നല്ലതായിട്ട് ഇടും കേട്ടോ. എൻ്റെ ചായ എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പയും ഇത് കൂടുതലാണ് ചായ ഇടുന്ന ആൾക്കാർ. ഇത് മെൽറ്റ് ചെയ്തെടുക്കാനേ ഉള്ളൂ കേട്ടോ. അറിയാമായിരിക്കുമല്ലോ ഡബിൾ ബോയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുക്കുക, അതിൻ്റെ മേളിലൊരു ഇത് വെച്ചിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ഇട്ടിട്ട് അത് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് ഒരു ഗാർണിഷ് ചെയ്യാനുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട. നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും കഴിച്ച് കാണിക്കുന്നില്ല കേട്ടോ, കാരണം മധുരം ചോക്ലേറ്റ് ഓണം തിന്നിട്ടുണ്ടെങ്കിൽ മധുരം കഴിക്കാൻ വയ്യ. അതുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രത്തിൽ അതിലൊരു ബട്ടർ പേപ്പർ ഇട്ടാൽ നന്നായിട്ടുണ്ടോ. ഞാൻ ബട്ടർ പേപ്പർ ഇടാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കേക്കിൻ്റെ ഇതുകൊണ്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്തത്. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പം നല്ല ടേസ്റ്റാണ്. നമ്മൾ സ്പൂണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാം. അപ്പം 3 ഇൻഗ്രീഡിയൻസ് മതി. മസ്റ്റ് ട്രൈ ചെയ്യണം. അപ്പം എല്ലാവരും ഇനിയുള്ള സീരീസും ഇപ്പം നമ്മളിതൊരു സീരീസ് പോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് വരെ ടാറ്റാ. പാൽ കേക്കിന്റെ റിയൽ റിയാക്ഷൻ ഇപ്പൊ തരാം കേട്ടോ. ശിവാനി എടുക്ക്. എടുത്തോ കഴിച്ചു. നീ ഇറക്കിയതില്ല, ഇതിപ്പോ ഞാൻ പറഞ്ഞു പറയിപ്പിക്കുന്നതായി പോലോ. ഇനി വൈകുട്ടി നോക്കട്ടെ. അടിപൊളിയല്ലേ? അപ്പൊ എനിക്ക് കറക്റ്റ് റിയാക്ഷൻ തരാൻ പറ്റില്ല, കാരണം ഇന്നലെ രാത്രി ഞാൻ ചെയ്തത്. അപ്പൊ ശരിക്കും ഞാൻ ടയേർഡായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് എനിക്ക് 2 ഇരകളെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് പാൽ കേക്ക് സൂപ്പർ ആയിട്ടുണ്ടെന്നാണ് അവര് പറയുന്നത്. ഇന്ന് നിധിക്കുട്ടൻ നോക്കട്ടെ. നിധിക്കുട്ടൻ കാണിക്കട്ടെ. അടിപൊളിയല്ലേ? ഇന്നലെ കഴിച്ചതാണ് നിധിക്കുട്ടൻ. ഇന്നലെ കഴിച്ചത് നിധിക്കുട്ടൻ 2 ഫ്രണ്ട്സ് ഇവര് പഠിക്കാൻ വന്നതാണ് കേട്ടോ. പഠിച്ചു രാവിലെ 2 പേരും പഠിച്ചു. 3 പേരും കൂടി ഇരുന്ന് പഠിച്ചു കമ്പൈൻ സ്റ്റഡി. അപ്പൊ ടാറ്റ പറ. ബൈ. നിധിക്കുട്ടൻ പറ. മസ്റ്റ് ട്രൈ ആണ് അല്ലേ? ഓക്കെ, ബൈ.